തിരുവനന്തപുരം ഒരുവാതിൽ കോട്ടയിൽ മാലിന്യം തള്ളാൻ ശ്രമം. കോഴി മാലിന്യമാണ് ആക്കുളം കായലിന് സമീപത്ത് തള്ളിയത്. ലോറിയും ഡ്രൈവറെയും കസ്റ്റഡിയിലെടുത്തു. മേയർ വി രാജേഷും സ്ഥലത്തെത്തി. ശക്തമായ നിയമ നടപടി ഉണ്ടാകും എന്ന് മേയർ പ്രതികരിച്ചു. കോർപ്പറേഷനിൽ ചില സ്ഥലങ്ങളിൽ നിന്നും ചില ആശുപത്രികളും അതുപോലെ തന്നെ ചില പൗൾട്രി ഫാമൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് മാലിന്യം നഗരത്തിലെ ചില സ്ഥലങ്ങളിൽ കൊണ്ടെറിയുന്നതായിട്ടുള്ള കൃത്യമായ ഇൻഫർമേഷൻ ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ പലതവണ വാൺ ചെയ്തു. കോർപ്പറേഷൻ ഇതൊക്കെ തന്നെ സംസ്കരിക്കുവാനുള്ള കൃത്യമായ പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്, അവിടെയാണ് കൊടുക്കേണ്ടതെന്ന്. എന്നാൽ അവിടെ അടയ്ക്കേണ്ട ഫീസ് അടയ്ക്കാനൊക്കെ മടിച്ചിട്ട് രാത്രിയുടെ മറവിൽ ചില മാഫിയകൾ ഈ മാലിന്യം ശേഖരിച്ച് ആളില്ലാത്ത പ്രദേശത്തുകൊണ്ട് എറിയുകയാണ്. കോർപ്പറേഷൻ്റെ ഹെൽത്ത് സ്ക്വാഡിലെ ആൾക്കാർ രാത്രി ഇതിനെയൊക്കെ തടയാൻ വേണ്ടി ചെല്ലുമ്പോഴേക്കും അവർക്ക് ശാരീരിക ഭീഷണി വരെ ഈ മാഫിയകളുടെ ഭാഗത്തുനിന്നുണ്ടാകാറുണ്ട്. 24 മണിക്കൂറും പ്രശ്ന സാധ്യതയുള്ള അല്ലെങ്കിൽ മാലിന്യം കൊണ്ടുവരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇനി മുതൽ ജനപ്രതിനിധികളുടെയും സേവനമുണ്ടാകും. ഞങ്ങൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും ഡെപ്യൂട്ടി മേയറും ഒക്കെ തന്നെ ആവശ്യമായ ഘട്ടങ്ങളിൽ ഫീൽഡ് വരാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ ലോറി ഇന്നിപ്പോൾ കോർപ്പറേഷൻ സീസ് ചെയ്യുകയാണ്. പ്രതിയെ പോലീസിന് കൈമാറിയിട്ടുണ്ട്. പോലീസ് പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. ശക്തമായ നിയമ നടപടികൾ ഞങ്ങൾ മുന്നോട്ട് പോകും. ആഷിഖ് റഹ്മാൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായിട്ടുണ്ട്. ആഷിഖ്, ഏതായാലും ഒരു ജാഗ്രത നഗരസഭയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ? ഇനി 24 മണിക്കൂർ ഒരു ജാഗ്രത ഉണ്ടാകും എന്ന് മേയർ പറയുന്നു. ജനപ്രതിനിധികൾ അടക്കം ഇക്കാര്യം ശ്രദ്ധിക്കുമെന്നും പറയുന്നു. ആനന്ദ, തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണ് മാലിന്യ പ്രശ്നം എന്ന് പറയുന്നത്. കാരണം ഇത് മാലിന്യം തള്ളാൻ കൃത്യമായ സംവിധാനങ്ങൾ ഇല്ലാത്തടക്കം വലിയ പ്രശ്നമാണ് നേരിടുന്നത്. തുടർന്ന് ഈ ആമയിഞ്ഞ തൊഴിലടക്കം മാലിന്യം തള്ളുന്നതിൽ നമ്മൾ ഒരുപാട് വാർത്ത ചെയ്തതാണ്. ഇപ്പോൾ ഇവിടെ ഈ പ്രദേശത്ത് ഈ ഒരുവാതിൽക്കോട്ട് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് ഈ ആക്കുളം കായലിനോട് സമീപത്ത് ലുലുമാളിനോട് വളരെ ചേർന്ന് നിൽക്കുന്ന സ്ഥലമാണ്. അവിടെ ഈ കായലിനോട് ചേർന്നാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ കോഴി മാലിന്യം തള്ളിയിട്ടുള്ളത്. നമുക്ക് ദൃശ്യങ്ങൾക്ക് തന്നെ കാണാൻ കഴിയുന്നതുപോലെ ഒരുപാട് ചാക്കുകൾ നിറച്ച് കോഴി മാലിന്യം ഇവിടെ തള്ളിയിരിക്കുകയാണ്. ഇത് ആളുകൾ നടന്നു പോകുന്ന ഒരു നടപ്പാതയാണ്. ഇന്റർലോക്ക് അടക്കം ആ പാതി വളരെ വൃത്തിയിൽ സൂക്ഷിച്ച ഒരു നടപ്പാതയാണ്. ആ നടപ്പാതയ്ക്ക് സമീപത്താണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ മാലിന്യം തള്ളിയിട്ടുള്ളത്. ചാക്കുകളിലാക്കി, ഓരോ ചാക്കുകളിലാക്കി ഇത്തരത്തിൽ വലിയ രീതിയിൽ നമുക്ക് കാണാം. ഒരു 10-50 മുകളിലെങ്കിലും ആ ചാക്കുകൾ ഇവിടെ ഉണ്ടാകും. ഇങ്ങനെ വന്ന് തള്ളുന്നതിനിടയിലാണ് നാട്ടുകാർ തന്നെ ചേർന്ന് പിടികൂടുകയും ശേഷം മേയർ അടക്കം പോലീസ് അടക്കം എത്തി പിടികൂടുകയും ചെയ്തിട്ടുള്ളത്. ഏറ്റവും പ്രധാനം, ഇവിടെ ഒരാഴ്ചക്ക് മുമ്പ് ഇവിടെ ആശുപത്രി മാലിന്യം തള്ളിയ സ്ഥലമാണ്. ആശുപത്രി മാലിന്യം തള്ളിയ ശേഷം ഇവിടെ പരാതി വന്ന ശേഷം ഈ ഏജന്റിനെ ബന്ധപ്പെട്ട് ഏജന്റ് ഇവിടെ നിന്ന് മാലിന്യം ഒഴിവാക്കാമെന്ന് കൃത്യമായി കോർപ്പറേഷൻ അറിയിച്ചതാണ്. അതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം മാലിന്യം തള്ളിയ അതേ സ്ഥലത്ത് വീണ്ടും ഇത്തരത്തിൽ വലിയ രീതിയിൽ മാലിന്യം തള്ളിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതും കോഴി വേസ്റ്റ് അടക്കം എല്ലാവിധ മാലിന്യങ്ങളും ഇവിടെ കൂടെ കെട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ കൊണ്ടുവന്ന് ഇത് നിക്ഷേപിക്കാൻ ഉപയോഗിച്ച വാഹനവും അതുപോലെ ഡ്രൈവറെയും പിടികൂടിയിട്ടുണ്ട്. ബിജോയ് പുലിയറക്കോണം എന്ന് പറയുന്ന വ്യക്തിയാണ് പിടികൂടിയിട്ടുള്ളത്. കഴിഞ്ഞ ആഴ്ച ആശുപത്രി മാലിന്യം പിടികൂടിയ സമയത്ത് കോർപ്പറേഷനിൽ ഈ വേസ്റ്റ് വേസ്റ്റ് തള്ളിയിരുന്ന വ്യക്തി വന്ന് പറഞ്ഞത് ഞങ്ങൾ പിഴ അടിച്ചുകൊള്ളാം, 50,000 രൂപ പിഴ കോർപ്പറേഷൻ ഈടാക്കിയപ്പോൾ അത് കൃത്യമായി അടിച്ചുകൊള്ളാമെന്നടക്കം പറഞ്ഞിരുന്നു. പക്ഷേ ആ പിഴ അടിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ വീണ്ടും ആ കോഴി മാലിന്യം തള്ളിയിരിക്കുന്നു. എന്തായാലും ആ ആളുകളടക്കം സഞ്ചരിക്കുന്ന ഇന്റർലോക്ക് പാക്കി അത്ര നല്ല രീതിയിൽ സൂക്ഷിക്കുന്ന ഒരു റോഡാണ്. ആ റോഡിന് സമീപത്താണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ ആ മാലിന്യം തള്ളിയിട്ടുള്ളത്. എന്തായാലും ഈ പരിശോധന കർശനമാക്കാൻ തന്നെയാണ് കോർപ്പറേഷൻ തീരുമാനം. കാരണം വലിയ രീതിയിൽ ഈ മാലിന്യം ഒരുപാടായി ഇവിടേക്ക് തള്ളുന്നു. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിൻ്റെ പല സ്ഥലങ്ങളിലും വാഹനം തള്ളുന്ന ഒരു ക്രിമിനൽ മാലിന്യം തള്ളുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനാലാണ് ജനപ്രതിനിധികൾ തന്നെ നേരിട്ടെത്തി ഇത്തരത്തിലൊരു പരിശോധനയിലേക്ക് ഇറങ്ങിയത്. കഴിഞ്ഞ ആഴ്ച ആശുപത്രി മാലിന്യം തള്ളിയതിനെ തുടർന്നാണ് ഈ ആളുകൾ പരാതി നൽകുകയും തുടർന്ന് കോർപ്പറേഷൻ ഇത്തരത്തിലൊരു പരിശോധന പ്രത്യേകിച്ച് ജനപ്രതിനിധികൾ തന്നെ നേരിട്ടത് വാർഡ് കൗൺസിലർമാരടക്കം നേരിട്ടെത്തിയാണ് ഇത്തരത്തിലൊരു പരിശോധനയിലേക്ക് കടന്നത്. ഈ വാഹനത്തിലാണ് ഇവിടെ വേസ്റ്റ് തള്ളിയിട്ടുള്ളത്. ഈ വാഹനം ഇപ്പോൾ പോലീസ് പിടിച്ചിരിക്കുകയാണ്. ഈ വാഹനം സീസ് ചെയ്തിട്ടുണ്ട്. ഇത് വൈകാതെ തന്നെ കൊണ്ടുപോകും. ഈ വാഹനം ഇപ്പോൾ കൊണ്ടുപോകാനുള്ള ശ്രമമാണ് നടത്തുന്നത്. എന്തായാലും വലിയ രീതിയിൽ ഈ മാലിന്യം തള്ളുന്ന വാഹനങ്ങളെയും അതുപോലെ തന്നെ ഡ്രൈവറെയും ഒക്കെ പിടികൂടുക എന്നുള്ളത് തന്നെയാണ് കോർപ്പറേഷൻ ലക്ഷ്യമുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെ ജനപ്രതിനിധികൾ തന്നെ നേരിട്ടെത്തി ഈ പരിശോധനകൾക്ക് നേതൃത്വം നൽകുമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ വാഹനം ഇപ്പോൾ ഇവിടെ നിന്ന് പിടികൂടി കൊണ്ടുപോയിരിക്കുകയാണ്. ഈ ഡ്രൈവറെ പിടികൂടി ഇപ്പോൾ പോലീസിൻ്റെ വാഹനത്തിലും ഇരുത്തിയിട്ടുണ്ട്. എന്തായാലും ഈ ഡ്രൈവറെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരാൾ ഓടിപ്പോയതായിട്ടും മേയർ പറയുന്നുണ്ട്. എന്തായാലും കൃത്യമായ നടപടി, പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ഏറ്റവും വലിയ പ്രശ്നം മാലിന്യ പ്രശ്നമാണ്. കാരണം ഇത് എവിടെ ഡംപ് ചെയ്യുന്നു? മേയർ അടക്കം പറയുന്ന ഒരു കാര്യം, ഈ മാലിന്യം ഈ നിക്ഷേപിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അത് സംസ്കരിക്കാൻ വേണ്ടി കൃത്യമായ സംവിധാനങ്ങളുണ്ട്. പക്ഷേ അത് കൃത്യമായി കോർപ്പറേഷന് പണം നൽകാതെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ ഈ ഇത്തരത്തിൽ മാലിന്യം തള്ളുന്നു എന്നുള്ളതാണ് മേയർ അടക്കം നമ്മളോട് പറഞ്ഞത്. അതിനുവേണ്ടി ഇവർ കൃത്യമായി വഴിയോരങ്ങളിൽ ആളുകൾ താമസിക്കുന്നിടങ്ങളിൽ ചെന്ന് ഈ വേസ്റ്റ് തള്ളുകയാണ്. അത്തരത്തിൽ അത്
അതുകൊണ്ടാണ് ഇത്തരത്തിൽ ജനപ്രതിനിധികൾ തന്നെ നേരിട്ടെത്തി ഈ പരിശോധന നടത്തുന്നൊരു സാഹചര്യത്തിൽ നീങ്ങിയിട്ടുള്ളത്. എന്തായാലും ഈ പരിശോധന കർശനമാക്കാൻ തന്നെയാണ് നിലവിൽ കോർപ്പറേഷൻ്റെ തീരുമാനം. കാരണം ഈ വഴിയോരങ്ങളിലും ജനവാസ മേഖലയിലും ഇത്തരത്തിൽ വലിയ മാലിന്യം തള്ളുന്നത് വലിയ പ്രശ്നമാണ് സൃഷ്ടിക്കുന്നത്. കാരണം നമുക്ക് അവിടെ നിന്ന് ലൈവ് കൊടുക്കാൻ പോകുമ്പോൾ പോലും അവിടെ നിൽക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണ്. കാരണം അത്ര വലിയ ദുർഗന്ധമാണ് അവിടെയുള്ളത്. കാരണം 50 മുകളിൽ ചാക്കുകളിൽ ഈ കോഴി മാലിന്യം തള്ളുന്നത് വലിയ ദുർഗന്ധമാണ് വഹിക്കുന്നത്. മാത്രമല്ല ഈ ആശുപത്രി മാലിന്യമടക്കം തള്ളിയതിനെ തുടർന്ന് അതും വലിയ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇങ്ങനെ വലിയ രീതിയിൽ ആളുകൾ ബുദ്ധിമുട്ടാകുന്ന തരത്തിലാണ് നിലവിൽ ഈ മാലിന്യം തിരുവനന്തപുരത്ത് പലയിടങ്ങളിലും ഇത്തരത്തിൽ തുടരുന്നത്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ കോർപ്പറേഷൻ വലിയ നടപടികൾ പ്രത്യേകിച്ച് നേരിട്ട് ചെന്ന് ജനപ്രതിനിധികൾ തന്നെ നേരിട്ടെത്തി പരിശോധന നടത്തുക, നാട്ടുകാരടക്കം അലേർട്ട് ചെയ്തുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അറിയിക്കാൻ ജനങ്ങൾക്ക് കൃത്യമായി നിർദ്ദേശം നൽകി. അതിന് പിന്നാലെയാണ് ഇന്ന് ഇത്തരത്തിൽ വിഷയമുണ്ടാകുമ്പോൾ മേയർ തന്നെ നേരിട്ടെത്തിക്കൊണ്ട് ഒരു പരിശോധന ഈ വാഹനം പിടികൂടുന്നൊരു സാഹചര്യത്തിൽ നീങ്ങിയത്. വാർഡ് കൗൺസിലർമാർ എല്ലാം അലേർട്ടായിരിക്കുകയാണ്. എവിടെയെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഉടൻ തന്നെ അവർ തന്നെ നേരിട്ടെത്തി വണ്ടിയെ പിടികൂടുന്ന സാഹചര്യം. മാത്രമല്ല ഈ വാഹനത്തെ ഈ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ ഇത് പരിശോധിക്കാൻ പോകുന്ന സമയത്ത് പലപ്പോഴും ഈ ഉദ്യോഗസ്ഥർക്ക് നേരെയടക്കം ഈ ലോറി ഉടമകളോ അല്ലെങ്കിൽ ജീവനക്കാരടക്കം പ്രതികരിക്കുന്നവരെ ആക്രമിക്കാനടക്കം ശ്രമിക്കുന്ന സാഹചര്യം ഉണ്ടെന്നും മേയർ പറഞ്ഞുകൊണ്ട് ഇതിനെതിരെ തക്കമായ നടപടി ഉണ്ടാകുമെന്നും പറയുന്നുണ്ട്. എന്തായാലും തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഈ വേസ്റ്റ് മാലിന്യത്തിന് ശക്തമായ നടപടി സ്വീകരിക്കുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. ആനന്ദ്. ശരി ആഷിക്ക്, വ്യക്തമാണ്. സമഗ്രമായ വിവരങ്ങളാണ് ആഷിഖ് റഹ്മാൻ നൽകിയത്. ആക്കുളം കായലിൻ്റെ കരയിലാണ് ഈ കോഴിമാലിന്യം ചാക്ക് കണക്കിന് കൊണ്ട് തട്ടിയത്. എന്തായാലും കൈകോടെ പിടിക്കപ്പെട്ടിരിക്കുന്നു. ജനപ്രതിനിധികളടക്കം 24 മണിക്കൂർ ജാഗ്രത തിരുവനന്തപുരം നഗരത്തിൽ പുലർത്തുമെന്ന് വി രാജേഷ് പ്രതികരിച്ചിട്ടുണ്ട്. വിശദമായ വിവരങ്ങളാണ് ആഷിഖ് അവിടെ നിന്ന് നമുക്ക് നൽകിയത്.